നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. നെടുമൺകാവ് ഗവൺമെന്റ് UP സ്കൂളിലെ JRC അംഗങ്ങൾ കലയപുരം ആശ്രയ സങ്കേതം സന്ദർശിച്ചു. ആശ്രയയിലെ അന്തേവാസികൾക്കായി വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികൾ സംഘടിപ്പിച്ചു. LP ഉണ്ട്, പ്രീ പ്രൈമറി തൊട്ടുണ്ട്. ജംഗ്ഷൻ അറിയത്തില്ലേ? ജംഗ്ഷൻ, നെടുമങ്കാവ് ജംഗ്ഷൻ ഇല്ലേ? അയ്യപ്പ ക്ഷേത്രം ഉണ്ടല്ലോ, അതിന്റെ ബാക്കിലായിട്ട് വരും. അടുത്തിടെ കൊടുങ്ങല്ലൂരിൽ നിന്നൊരു അമ്മച്ചി വന്നു. അമ്മച്ചി മകളും കൂടെ വന്നു. ഒരു സന്ധ്യ നേരത്താണ് ഈ അമ്മയും മകളും വന്നത്. അമ്മയ്ക്ക് ഒറ്റ ഡിമാൻഡേ ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് സുരക്ഷിതമായി കിടന്ന് ഉറങ്ങാൻ ഒരിടം തരണം. നിങ്ങൾ ആഹാരം ഒന്നും തരണ്ട, നിങ്ങൾ ചോറ് ഊറ്റിക്കളയുന്ന കഞ്ഞിവെള്ളം മാത്രം ഞങ്ങൾക്ക് തന്നാൽ മതി. ഈ ഒറ്റ ഡിമാൻഡാണ് അമ്മയ്ക്കുള്ളത്. ആഹാരം വേണ്ട, കഞ്ഞിവെള്ളം മാത്രം തന്നാൽ മതി, സുരക്ഷിതമായി ഞങ്ങൾക്ക് ഉറങ്ങുവാൻ ഒരു ഇടം തരണം. ഇന്ത്യ മഹാരാജ്യത്തെ 17 സംസ്ഥാനങ്ങളിൽപ്പെട്ട ആളുകൾ ഇന്നിപ്പോൾ പാർക്കുന്നുണ്ട്. എല്ലാവരും ഒരു അമ്മ പെറ്റ മക്കളെ പോലെയാണ് താമസിക്കുന്നത്. ഭാരതത്തിലൊരു പരിച്ഛേദം എന്ന ഈ പ്രസ്ഥാനത്തെ വിശേഷിപ്പിക്കാം. 17 സംസ്ഥാനങ്ങളിൽപ്പെട്ട വ്യത്യസ്ത സ്വഭാവക്കാർ, വ്യത്യസ്ത ജാതി മതസ്ഥർ, വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്നവർ, വ്യത്യസ്തരായ മാതാപിതാക്കൾ, ജന്മം നൽകിയ മക്കൾ, അവരെല്ലാവരും ഒരമ്മ പെറ്റ മക്കളെ പോലെ, ഏകോദര സഹോദരങ്ങളെ പോലെ അധിവസിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും വലിയൊരു പ്രസ്ഥാനമായിട്ടാണ് ആശ്രയം നിലകൊള്ളുന്നത്. കുറച്ചു നേരം കൂടെ നമുക്ക് ചെലവഴിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് മറ്റൊരു പ്രോഗ്രാം സ്കൂളിൽ 1 മണിക്ക് ഉണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അവിടെ തന്നെ തിരിച്ച് ചെല്ലണമെന്നുണ്ടായതുകൊണ്ടാണ് ഞങ്ങൾക്ക് വളരെ കുറച്ച് സമയം മാത്രമേ നിങ്ങളോട് പങ്കെടുക്കാൻ കഴിഞ്ഞുള്ളൂ. കുറച്ചു നേരം കൂടി എല്ലാവരെയും കൂടി ഒന്ന് പരിചയപ്പെടണം, പലരെയും ഒന്നുകൂടിയൊക്കെ പരിചയപ്പെടണമെന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചു. പക്ഷേ ഇപ്പം തൽക്കാലം അതിനൊരു ക്ഷമ ചോദിക്കുന്നു. ഞങ്ങൾ ഇനിയും വീണ്ടും വരും. ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം മുതലേ ആരംഭിക്കുന്നതാണ്. നിങ്ങളുടെ ജൂബിന് ഇവിടെ ഉണ്ടായതുകൊണ്ട് തന്നെ ഞങ്ങളെ കഴിഞ്ഞ കൊല്ലം തൊട്ട് ഇവിടെ വരാൻ നമ്മൾ ഡേറ്റ് എടുക്കുന്നു. പക്ഷേ പല കാരണങ്ങളാലും മാറിപ്പോകുന്നു. ഇപ്പോൾ എന്തായാലും ഈ വർഷം ഇത് സഫലമായി. ഇനിയും നിങ്ങളെ ഞങ്ങൾ കാണാൻ വരുമെന്നുള്ള ഉറപ്പോടെ ഞാൻ നിർത്തുന്നു. നന്ദി. നെടുമൺകാവ് ഗവൺമെൻറ് UP സ്കൂളിലെ JRC അംഗങ്ങളാണ് എന്നോടൊപ്പം ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ JRCയുടെ കോർഡിനേറ്റർ എന്ന് പറയുന്ന അനഹ ടീച്ചറാണ്. അപ്പോൾ ഞങ്ങൾ HMൻ്റെ ഇന്ദുപ്രഭ ടീച്ചറുടെ നിർദ്ദേശത്തോടു കൂടി ഞങ്ങൾ ഒരുമിച്ച് ഈ ആശ്രയ
സന്ദർശിക്കാൻ എത്തിയതാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മളെ ഈ മാതാപിതാക്കളെയൊക്കെ കണ്ടപ്പോൾ നമ്മുടെ മനസ്സിൽ, അതായത് കുട്ടികളുടെ മനസ്സിൽ ഒരു പ്രത്യേകമായ ഒരു എന്താണെന്ന് പറയാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു അനുഭൂതി കുട്ടികളിലുണ്ടായി. അപ്പോൾ ഭാവിയിൽ കുട്ടികൾ വളർന്നു വരുമ്പോൾ സ്വന്തം മാതാപിതാക്കളെയായാലും സഹോദരങ്ങളെയായാലും അവർ അനാഥമാക്കത്തില്ല ഇത്തരത്തിലുള്ള ഈ അഭയ കേന്ദ്രങ്ങൾ സന്ദർശിച്ചു കഴിഞ്ഞാൽ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ ഏതാണ്ട് 30 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച സ്ഥാപനമാണ് ഇത്. അപ്പോൾ അദ്ദേഹം യഥാർത്ഥത്തിൽ ദൈവതുല്യനല്ല, അദ്ദേഹം ഒരു ദൈവം തന്നെയാണ്. അപ്പം മുമ്പൊക്കെ നമുക്കറിയാം, നമ്മുടെ റോഡുകളിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന സമയത്തൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആരും ആശ്രയമായിട്ടില്ലാത്ത നിരവധി ആളുകളെ നമുക്ക് കാണുവാൻ കഴിയുമായിരുന്നു. എന്നാൽ ഈ ആശ്രയയുടെ പ്രവർത്തന ഫലമായിട്ട് അത്തരത്തിൽ ഉള്ളവരൊന്നും നമുക്ക് സമൂഹത്തിൽ ഇങ്ങനെ ഒറ്റതിരിഞ്ഞ് നടക്കുന്നത് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ എവിടെ ഒരു അനാഥനുണ്ടെങ്കിൽ പോലും അവരെ ഏറ്റെടുത്തുകൊണ്ട് ശുശ്രൂഷ ഉൾപ്പെടെ നൽകുന്നതിൽ ജോസാറ് കാണിക്കുന്ന അത് മറ്റൊരു മനുഷ്യനെ കൊണ്ടും സാധിക്കാത്ത തരത്തിലുള്ള ഒരു കാരുണ്യ പ്രവർത്തനമാണ് കാണിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് എൻ്റെ പേരിലും അതുപോലെ തന്നെ ഞങ്ങളുടെ സ്കൂളിലെ പേരിലും ഞങ്ങളുടെ അംഗങ്ങളുടെ പേരിലും ഉള്ള ആത്മാർത്ഥമായ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.